ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കെമിസ്ട്രി ക്ലാസ്. ലാബ് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി ക്ലാസ്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. ഫസ്റ്റ് ആറ്റം മോഡൽ ഞാൻ പാർട്ട് 1 ഇട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, സിലബസിൽ കൊടുത്തിട്ടില്ല, എങ്കിലും എല്ലാവരും നോക്കുക. പാർട്ട് 2 തൊട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് വരുന്നത്. റൂദർഫോർഡ് ആറ്റം മോഡലിന് മുമ്പ് നമുക്ക് തോംസൺ മോഡൽ ഓഫ് ആറ്റം എന്നാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നെങ്കിൽ മാത്രമേ ഇവ തമ്മിലുള്ള ഡിഫറൻസും റിലേഷനും നമുക്ക് അറിയാൻ പറ്റൂ. ഫസ്റ്റ് ആറ്റം മോഡലാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. അതിലെന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ആറ്റത്തിന് ഒരു സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടെന്നും പോസിറ്റീവ് ചാർജ് ആണെന്നും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുമാണ്. ഇലക്ട്രോൺസുകളെല്ലാം വാട്ടർമെലണിൽ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ്. അതുപോലെ പുഡിങ്ങിൽ പ്ലംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ. അതുകൊണ്ടാണ് ഈ ഒരു ആറ്റം മോഡലിന് പ്ലം പുഡിംഗ്, റേസിൻ പുഡിംഗ്, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പേര് വന്നത്. ആറ്റത്തിൻ്റെ മാസ് ആറ്റത്തിന്മേൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുപോലെ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നെഗറ്റീവ് ചാർജുമാണ്. ആറ്റത്തിൻ്റെ ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ്. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതുകൊണ്ട് ഈ മോഡലിന് മറ്റൊരു പേരുണ്ട്, ഇലക്ട്രിക്കലി ന്യൂട്രാലിറ്റി ഓഫ് ദ ആറ്റം. ഇനി നമുക്ക് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ നോക്കാം. തോംസൺ ആറ്റം മോഡലിനെ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് റൂദർഫോർഡ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും കൂടി ഉണ്ടായിരുന്നു, ഹാൻസ് ഗേഗറും ഏർണസ്റ്റ് മാസ്ഡനും. 100 നാനോമീറ്റർ തിക്നെസ് ഉള്ള വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലേക്ക് റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നുമുള്ള ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾസ് ഡയറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബോംബാർഡ് ചെയ്തു. ഈ തിൻ ഗോൾഡ് ഫോയിലിന് ചുറ്റുമായിട്ട് ഒരു സർക്കുലർ ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉണ്ട്, അതായത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിലേക്ക് ആൽഫ പാർട്ടിക്കിൾസ് സ്ട്രക്ക് ചെയ്യുകയും ആ ഒരു പോയിന്റിൽ ചെറിയൊരു പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്നു. എ ടൈനി ഫ്ലാഷ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. തോംസൺ ആറ്റം മോഡലിൻ്റെ റിസൾട്ട് പോലെ അല്ലായിരുന്നു കിട്ടിയത്. തോംസൺ ആറ്റം മോഡൽ അനുസരിച്ച് ഫോയിലിൻ്റെ ഓരോ ഗോൾഡ് ആറ്റത്തിനും അതിൻ്റെ മാസ് എല്ലാ ആറ്റത്തിലേക്കും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഈ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് കാരണം ആൽഫ പാർട്ടിക്കിൾസിന് ഗോൾഡ് ഫോയിലിലേക്ക് പാസ് ചെയ്യാനുള്ള ആവശ്യമുള്ള എനർജി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് റൂദർഫോർഡ് വിചാരിച്ചത്. പക്ഷെ അതുപോലെയല്ല റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നടന്നത്. അതുമാത്രവുമല്ല, തോംസൺ മോഡലിനകത്ത് കുറച്ച് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്തിരുന്നു, റിപ്പൾസീവ് ഫോഴ്സ് കാരണം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തില്ല, ഒരു പ്രത്യേക ഏരിയയിൽ സ്മോൾ വോളിയമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്ത്. അത് കാരണം ആൽഫ പാർട്ടിക്കിൾസ് റിപ്പൽ ആവുകയും റിഫ്ലക്റ്റ് ആവുകയും ചെയ്തു. ഇതുപോലെ പക്ഷേ റൂദർഫോർഡിൽ ഡിഫ്ലക്ഷൻ നടന്നില്ല. അൺഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നും റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നും റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിനെ തന്നെയാണ് പറയുന്നത്. റൂദർഫോർഡ് ആറ്റം മോഡൽ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടിയുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലിടാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്